ചിലയിടത്ത് പറയും ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ഒന്നും പേടിച്ചേക്കരുത്, ആരും അകലപ്പെട്ടേക്കരുത്, അസ്വസ്ഥപ്പെട്ടേക്കരുത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കല്ലിനോടോ മണ്ണിനോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ല, ജീവിക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലയിടത്ത് പറയും ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയുള്ള വചനമാണ്? എങ്ങനെയുള്ള വചനം പറഞ്ഞേ? ജീവനുള്ള വചനം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 1:14 വചനം മാംസമായി. കാരണം എന്താ? വചനം മാംസമാകാൻ കാരണം എന്താ? ആ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 33:3 വചനം, നമ്മുടെ ദൈവത്തിന്റെ വചനം സത്യമാണ്, ജീവനുള്ള വചനമാണ്. അത് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ, ഇതൊന്നും പോരാ, അഭിഷേകത്തിന് എന്ത് പോരാ, നന്നായിട്ട് കൈയടിക്കണം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് സന്തോഷത്തോടെ ആമേൻ ആമേൻ ആമേൻ. സർവ്വത്തെ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരെ കൊണ്ടുപോകണം? ഈശോയെ, ജീവിക്കുന്ന ഈശോയെ കൂട്ടിക്കൊണ്ടു പോകണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഈശോ ജീവിക്കുന്ന ദൈവമാണ്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപത്തിൽ കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ വിശ്വാസം കുറയും. ഏറ്റവും കൂടുതൽ ആ പാപത്തിൽ കഴിയുമ്പോഴാണ് നമ്മൾ ദൈവം ജീവിക്കുന്നവനല്ല നമ്മൾ ചില സമയത്ത് ചിന്തിച്ചു പോകും. പക്ഷേ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 18, 19, 20 വചനമുണ്ട്. അതായത് ഈ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നത് ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. മക്കളെ, ദൈവം എന്നൊരാളുണ്ട്. ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷെ ബുദ്ധിയിൽ അന്ധകാരം കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും നമ്മളാണ് വലുത്, ഞാൻ ചിന്തിക്കുന്നത് ശരി, എൻ്റെ സയൻസാണ് ശരി, എൻ്റെ കാഴ്ചപ്പാടാണ് ശരി, എൻ്റെ ബുദ്ധിക്ക് അതാണ്. ഉടൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്ക് മുകളിലൊരു ദൈവമില്ല. സർവ്വപ്രതി ഹല്ലേലൂയ. ഉടൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്ക് മുകളിൽ ഒരു ദൈവമില്ല. 2 കൊരിന്ത്യർ 4:4 വചനമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധനം. അതായത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ, മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ, മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. നമ്മളിലുള്ള ആളുകൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ തൊടാൻ പറ്റാത്തത്, ഈശോയെ തൊടാൻ പറ്റാത്തത്, കൃപ കിട്ടാത്തത്, ദൈവത്തിൻ്റെ കൃപകൾ കിട്ടാത്തത് ഒറ്റ കാരണം കൊണ്ടാണ്. ബുദ്ധിയിലെ അന്ധകാരം, ബുദ്ധിയിലെ അന്ധകാരം, ബുദ്ധിയിലെ ബന്ധനം. എഫെസസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വചനം പറയുന്നത് പോലെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവെച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വലിയ ശുശ്രൂഷ മേഖലയാണ് ഈ സ്കാൻഡിനേവിയൻ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, ഈ രാജ്യങ്ങളിൽ കർത്താവിനെ കൊണ്ടുപോകും. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ഞാൻ ആദ്യം പോകുന്നത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. 5 വർഷം മുമ്പ് അവിടുത്തെ ഡൈസിസ് സ്റ്റോക്ക്ഹോം ഡൈസിസ് എനിക്ക് വേണ്ടി കൺവെൻഷൻ അവിടെ റെഡിയാക്കി. രസമുണ്ട്. കൺവെൻഷൻ ചെന്നപ്പം 37 പേരേ ഉള്ളൂ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടുത്തെ പള്ളികളെല്ലാം തന്നെ അടച്ചു പൂട്ടപ്പെട്ടു. നമുക്ക് സങ്കടം തോന്നും. ചില പള്ളികളൊക്കെ വലിയ സങ്കടം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈശോ ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഈ പള്ളി അടഞ്ഞു പോയത് മനുഷ്യൻ്റെ വിശ്വാസം തകർന്നു. സർവ്വത്തെ ഹല്ലേലൂയ. മനുഷ്യൻ്റെ വിശ്വാസം തകരാൻ കാരണം എന്താ? അവൻ പാപം ചെയ്യാൻ തുടങ്ങി, ദൈവകൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ തന്നെ അവൻ്റെ മുമ്പിൽ വലിയൊരു മതിലുണ്ടാക്കി. അതോടെ അവൻ്റെ അഭിഷേകം പോയി. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സംഭവിച്ചത്, ഞാനോട് ചിലപ്പോൾ 37 പേരേ ഉള്ളൂ. ഞാൻ 5 ദിവസം ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. 5 ദിവസം രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഞാൻ ഇരുന്നാൽ വൈകുന്നേരം വരെ ഇവർ ഓരോരുത്തരെയും ചിലപ്പോൾ 2-3 മണിക്കൂറും വെച്ച് ഓരോരുത്തരോട് സംസാരിച്ച് വെളിപ്പെടുത്തൽ കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കൊടുക്കും. അപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കണം. അവർക്ക് ഇംഗ്ലീഷ് പോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു രക്ഷയും. അപ്പോൾ നമ്മൾ പല ഭാഷ, ചിലപ്പോൾ ചില കേസിലൊക്കെ തമാശ തോന്നും. അതായത് 3 പേരൊക്കെ വന്ന് ട്രാൻസ്ലേഷൻ. കാരണം ഒരാളുടെ ഭാഷ ആ ആൾക്കാരൊക്കെ ചിലപ്പം പല രാജ്യങ്ങളും ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ കാര്യം നടത്തുക. അപ്പോൾ ചെന്നപ്പോൾ ആകെ 37 പേര്. പക്ഷെ 3 ശരിക്കും പ്രാർത്ഥിച്ചു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ.
അഭിഷേകം നന്നായി 37 പേരിലേക്കും പരിശുദ്ധാത്മാവ് ശരിക്കും ഇറങ്ങി. പരിശുദ്ധാത്മാവ് 37 പേരെയും അഭിഷേകം ചെയ്തു. സർവ്വോടൊപ്പം പറഞ്ഞ ഹല്ലേലൂയ. സംഭവിച്ചതിന് അവസാന സമയം വലിയൊരു മിറക്കൾ ഉണ്ടായത്, ആ കൂട്ടത്തിൽ ഒരു മകളുടെ ഒരു കൊച്ച്, ആ കൊച്ചൊരു ഓട്ടിസ്റ്റിക് കൊച്ചാണ്. ഓട്ടിസത്തിന് കർത്താവിൻ്റെ ഒരു വലിയ കൃപ നമ്മുടെ വിടുതൽ ശുശ്രൂഷ കർത്താവ് ചെയ്യാറുണ്ട്. ഓട്ടിസ്റ്റിക് രോഗികളായ ഒത്തിരി ആളുകളെ കർത്താവിനെ സുഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ അമ്മ വന്നു. ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആദ്യ ശനിയാഴ്ച ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അഭിഷേക പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൂടെ നിങ്ങളുടെ നാട്ടിലിരുന്നുകൊണ്ട് നിങ്ങളിത് കാണാൻ പറഞ്ഞു. പക്ഷേ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെല്ലുന്നത് ജനുവരി മാസമാണ്. ഫെബ്രുവരി മാസം, മാർച്ച് മാസം ഇത് കൂടിയിട്ട് ഇവർ എനിക്ക് അയച്ചു, അച്ഛാ ഞങ്ങളിത് കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഭാഷയൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എന്തൊക്കെയുണ്ട് ഞാൻ അറിഞ്ഞുകൂടാ. സംഭവിച്ച് പ്രിയപ്പെട്ട മക്കളെ, മാർച്ച് മാസം ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ആദ്യ ശനിയാഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു മെയിൽ അയക്കുകയാണ്. അന്ന് വൈകുന്നേരം കൊടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അച്ഛാ, ഇന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ അണക്കരയിലെ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്വീഡനിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കാണുകയായിരുന്നു. കണ്ടുകൊണ്ടിങ്ങനെ എൻ്റെ കൊച്ചിങ്ങനെ മേശപ്പുറത്ത് കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവനൊന്നും അറിഞ്ഞു, ഭയങ്കര ബഹളം, ഓട്ടിസമാണ്, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ നാവിൻ്റെ കെട്ട് അങ്ങ് അഴിഞ്ഞു. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവൻ്റെ പൈശാചിക ബന്ധനം അഴിഞ്ഞു. അവൻ പരിപൂർണമായിട്ടും അവനോട് വെച്ച് അങ്ങ് സൗഖ്യപ്പെട്ടു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഭയങ്കര മിറക്കളങ്ങൾ സംഭവിച്ചു. കാട്ടുതീ പോലെ സ്വീഡൻ രാജ്യം മുഴുവൻ എല്ലാ പള്ളികളിലും ഈ സംഭവം അങ്ങ് അറിഞ്ഞു. കർത്താവ് സുവിശേഷത്തിൻ്റെ വാതിൽ അങ്ങ് തുറന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അടഞ്ഞ വാതിൽ കർത്താവ് യേശു ക്രിസ്തു തുറന്നു. പ്രിയപ്പെട്ട മക്കളെ, പിറ്റേ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അന്ന് ആദ്യം 37 പേരെ കെട്ടിയെടുത്ത് പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ 800ഓളം ദൈവമക്കൾ, വിദേശികളായ മക്കൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നു. പ്രിസ്തലോഷ്. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 4-5 പള്ളികളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 3000ഓളം ദൈവമക്കൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരും. നല്ല തീഷ്ണ. ഇപ്പോൾ അവർ ഭയങ്കര പവർഫുള്ളായിട്ടാണ് ഈ നാളുകൾ. ഭയങ്കര കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അവിടെയായിരുന്നു. ഭയങ്കരമായിട്ട് ഈശോ ഇടപെടുക. അവിടെ എനിക്കൊറ്റകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് മുഴുവൻ അച്ഛന് പറയാനുള്ളത്, ഈ തലമുറയിൽ ഒറ്റ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ, വിശ്വാസ നഷ്ടം. സർവ്വത്തിൽ ഹല്ലേലൂയ. അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. വിശ്വാസത്തിനകത്തുള്ള ഒത്തിരി മക്കളുണ്ട്. അവർ കർത്താവ് യേശുവിന് സാക്ഷികളായിട്ട് തീരണം. യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരോടും പ്രഘോഷിക്കണം. എല്ലാവരും കാണട്ടെ. കർത്താവിനെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന മക്കളെല്ലാം കർത്താവിനെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ജോസഫ് ജോഷി. ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്. കഠിനമായ കഴുത്തുവേദനയെയും ഛർദിയെയും തുടർന്ന് നടത്തിയ ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ്റെ നിർദ്ദേശപ്രകാരം MRI സ്കാൻ ചെയ്യുകയും എൻ്റെ തലയിൽ ട്യൂമർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ബയോപ്സി നോക്കിയപ്പോൾ എനിക്ക് തലച്ചോറിലെ 4th വെൻട്രിക്കുലർ ട്യൂമർ ആണെന്ന് കണ്ടുപിടിച്ചു. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ റേഡിയേഷന് ശേഷം ഉടൻ ഹീമോതെറാപ്പി നടത്തണമെന്നും 6 വലിയ ഹീമോയും 12 ചെറിയ ഹീമോയും ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ വലിയ ദുരവസ്ഥയിൽ ഞങ്ങൾ വളരെ മാനസികമായി വേദന അനുഭവിച്ചു. ഹീമോതെറാപ്പി ആരംഭിക്കുന്നതിന് മുമ്പ് 2016 ഫെബ്രുവരി 18 മുതൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് അച്ഛൻ്റെ കൃപാഭിഷേക കൺവെൻഷൻ പങ്കെടുക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കണ്ണീരോടെ ഞാൻ എൻ്റെ രോഗാവസ്ഥയും വേദനകളും ഈശോയ്ക്ക് സമർപ്പിച്ചു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കൺവെൻഷൻ്റെ 2ാം ദിവസം ദിവ്യകാരുണ്യ ആരാധന മധ്യേ തലയിൽ ട്യൂമർ ബാധിച്ച ഒരു മകനെ യേശു തൊട്ടു സുഖപ്പെടുന്നുവെന്ന് അച്ഛൻ സന്ദേശം വിളിച്ചു പറഞ്ഞു. അതെൻ്റെ കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ഞാൻ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആരാധനയ്ക്ക് ശേഷം നടന്ന വിടുതൽ പ്രാർത്ഥനയിൽ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ശക്തമായി ബന്ധിച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം എൻ്റെ ശരീരത്തിൽ പ്രത്യേകമായ വിധത്തിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ശരീരത്തിൽ നിന്നും ഈ രോഗത്തിൻ്റെ എല്ലാ രോഗാണുക്കളും ഇല്ലാതായെന്നും ഈശോയ്ക്ക് നന്ദി പറയാനും അച്ഛൻ എന്നോട് പറഞ്ഞു. എൻ്റെ ദൈവം എനിക്കായി അത്ഭുതം പ്രവർത്തിച്ചതിനെ സുഖപ്പെടുത്തി. കൺവെൻഷന് ശേഷം ഹോസ്പിറ്റലിലെത്തി വീണ്ടും MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലയിൽ ഇപ്പോൾ ആ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്നും പൂർണ്ണമായിട്ടും ട്യൂമർ മാറിപ്പോയിരിക്കുന്നതായിട്ടും വെളിപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുറിയിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഒരു കുഞ്ഞു രൂപമുണ്ട്. പക്ഷെ നല്ല വിലപിടിപ്പുള്ള രൂപമാണ്, ഭയങ്കര വിലപിടിപ്പുള്ള രൂപം. കാരണം അത് കൊണ്ടുവന്നത് അമേരിക്കയിൽ ഒരു ഫാമിലി കൊണ്ടുവരാൻ കാരണമുണ്ട്. ഇവർ കല്യാണം കഴിഞ്ഞ് ഇവർ അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇവളുടെ കുഞ്ഞിന് തലച്ചോറിന് വളർച്ച കുറവ്, ഹാർട്ടിന് സീരിയസ് ആയ രോഗം, എന്തൊരു വളരെ സീരിയസ് ആയ രോഗം.
അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫോമിറ്റീസ് ഉണ്ടാകും, കുറവുകളുള്ള അംഗവൈകല്യങ്ങൾ നിറഞ്ഞൊരു കുഞ്ഞായിരിക്കും, അതുകൊണ്ട് ഇതിനെ അബോർട്ട് ചെയ്ത് കളയണം, ഒരു കാരണവശാലും കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്, അപകടമാണ്. ഇവർ പറഞ്ഞു ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ അബോർഷൻ നടത്തില്ല. ആകെ സങ്കടമായി. അപ്പോൾ ഇവരെന്നെ വിളിച്ചു, അച്ഛാ പ്രാർത്ഥിക്കണം, ഞാൻ ഫോണിൽ കൂടെ ഇവർക്ക് യേശുവിൻ്റെ നാമം നമ്മളൊന്നല്ല, ഞാനല്ല പാടുന്നത്, നമുക്ക് വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അത്ഭുതം ഉണ്ടാവും. നിസ്സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവൻ പറഞ്ഞാൽ ഉണ്ടാകുകയില്ല, വിശ്വാസം ഉള്ളവൻ പറഞ്ഞാൽ ഉണ്ടാവും. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. അത്ഭുതം ഉണ്ടാകണേ എന്ത് വേണം? വിശ്വാസം. അപ്പം ഞാൻ ഫോണിൽ കൂടെ യേശുനാമത്തിൽ ബന്ധിച്ച് അപേക്ഷിക്കുന്നു. അതിൻ്റെ മുള്ളത് വിഷമിക്കേണ്ട പ്രാർത്ഥന. 6 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് നടത്തി. ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ സീരിയസ് ആണ്, അബോർട്ട് ചെയ്ത് കളയണം, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 8ാമത്തെ മാസം വരുന്നു, 9ാമത്തെ മാസം വരുന്നു. സ്കാനിങ് ഡീറ്റെയിൽഡ് സ്കാനിങ് നടത്തി. അതിനിടയ്ക്ക് വീട്ടുകാരെല്ലാം കൂടെ ഇവരോട് വഴക്കുണ്ടാക്കി, നീ ഇത് മനസ്സിലാക്കണം, നാളെ ഇങ്ങനെ കുഞ്ഞുണ്ടായാലും ആരും നോക്കും, ഇങ്ങനെ നോക്കും. അപ്പോൾ ഇവള് പറയും എങ്ങനെയാളും ഞാൻ എങ്ങനെ ഉണ്ടായാലും കുഞ്ഞെ നോക്കും, പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിച്ച് കർത്താവിനോട് കരുണ കാണിക്കും, നല്ല ഉറപ്പാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അമേരിക്കയിൽ നമുക്കറിയാം ടെക്നോളജി എല്ലാം ഹൈടെക് ടെക്നോളജിയാണ്. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൊത്തം ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് ഇവർ പറയുന്നത്. അവർ പറഞ്ഞു അവർ പേരൻസിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തു, എന്നാൽ അബോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, മിറക്കിൾ എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിനോ കുഞ്ഞിൻ്റെ തലച്ചോറിനോ 1% പോലും ഒരു കുഴപ്പവുമില്ല, 100% സൗഖ്യപ്പെട്ടുകൊണ്ട്. അന്ന് അവർ തീരുമാനമെടുത്തിരുന്നു, ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അച്ഛനൊരു മാതാവിൻ്റെ രൂപം കൊണ്ട് സമ്മാനമായിട്ട് കൊടുക്കും. അങ്ങനെ ഇവരൊരു മനോഹരമായൊരു ഫാത്തിമ മാതാവിൻ്റെ രൂപം, നല്ല വിടവെടുപ്പുള്ള പ്രത്യേക ഒരു മെറ്റീരിയൽ അവരെടുത്തുകൊണ്ട് അവർ അവധിക്ക് കുഞ്ഞുമായിട്ട് നാട്ടിൽ വന്നപ്പോൾ ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ വീട്ടുകാരെ കാണണോ നാട്ടുകാരെ കാണണമല്ലോ പോയത്, നേരെ അച്ഛൻ ഇവിടെ സെൻറ്ററിൽ വന്നിട്ട് അച്ഛാ ഇതേ ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് മുഖത്ത് നമ്മുടെ ദൈവം ജീവിക്കും ദൈവം. ഇത് പലർക്കും അനുഭവിക്കാൻ പറ്റാത്തത് വിശ്വാസമില്ല, അവിടെ അഹങ്കാരം കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? അഹങ്കാരം കൊണ്ട്. അതേ മക്കള്, നമ്മുടെ ദൈവമുണ്ട്, ഇപ്പൊ ഇവിടെ ഈശോ ഉണ്ട്. ഈ വിശ്വാസം പോരാ, അഹങ്കാരമാണ് എന്റെ വിശ്വാസത്തിന്റെ തടസ്സം. Because of my pride. Because of my pride. എൻ്റെ അഹങ്കാരമാണ് എന്നിലേക്ക് കൃപയൊഴുകുന്നതിന് തടസ്സം. എൻ്റെ ഞാനെന്ന ഭാവമാണ് എൻ്റെ അഭിഷേകത്തിന് തടസ്സം. ഇതുവരെയായിട്ട് നമ്മളിൽ പലർക്കും കർത്താവിനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അഹങ്കാരിക്കുക എന്താ പറ്റുന്നത്? അവന് വിശ്വാസം ഉണ്ടാകില്ല. വിശ്വാസം ഉണ്ടാകാത്തപ്പോൾ എന്ത് പറ്റും? അടിക്കടി അവൻ്റെ ആത്മീയത നഷ്ടപ്പെടും. ലോകത്തിലെ മുഴുവൻ വൃത്തികെട്ട ചാലുകളിലൂടെയും അവൻ കടന്ന് കുളിക്കുക. അവൻ അശുദ്ധിക്ക് അടിമയായിപ്പോവും. കാരണം അവന് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ പാപത്തിലേക്ക് പോയി പെട്ടുപോകും. പ്രാർത്ഥിക്കും മക്കളെ, എൻ്റെ ദൈവമേ എനിക്ക് വിശ്വാസം തരണമേ. സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് അതുകൊണ്ട് ഈശോയുടെ മഹത്വം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ ആരൊരിക്കലും കർത്താവിനെയോ കർത്താവിൻ്റെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോ നിങ്ങൾ വിമർശിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിന്നേക്കരുത്. ആ കർത്താവിനെ അറിഞ്ഞ് അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ഇപ്പോൾ നമ്മൾ ഇത്രയേറെ ദൈവജനം, 10,000-കണക്കിന് ദൈവജനം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം ഈ സ്ഥലത്ത് നിറയുണ്ട്. ഈ തുടർന്നുള്ള ആരാധന സമയത്ത് ഈശോ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഈശോയാണ് എപ്പോഴും ഞാൻ കാണാറുള്ളതാണ്. കർത്താവ് എനിക്ക് വ്യക്തമാണ്. പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രകാശം പോലെ ഇങ്ങനെ ഒരു കിരണങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. സമൂഹത്തിലേക്ക് ഒഴുകുന്ന എനിക്ക് വ്യക്തമായിട്ട് ഈശോയെ കാണിച്ചു തരാറുണ്ട്. വളരെ അനുഭവം. അപ്പം ഇത് സ്വീകരിച്ചുകൊണ്ട് രണ്ട് ഈശോ പറഞ്ഞില്ലേ, നിങ്ങളൊരു വീട്ടിൽ പ്രവേശിച്ച് ആ വീടിന് സമാധാനം ആശംസിക്കുക. സമാധാനം പ്രിയനായ ഒരാളവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിലേക്ക് ചെന്ന് കയറും. പ്രസലോഷ് സമാധാനം ആഗ്രഹിക്കുന്നില്ല ഒരാളുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു. ഇതുതന്നെയാണ് ഇവിടുന്ന് അഭിഷേകം ഒഴുകുമ്പോൾ വിശ്വാസമുള്ളവനിലേക്ക് ഇത് പോയി കയറിയിരിക്കും. പ്രസലോഷ് എന്തും കയറും, വചനം കയറും, വിശ്വാസം കയറും, വിശുദ്ധി കയറും. സ്വീകരിക്കാത്തവൻ നഷ്ടമൊന്നും തിരിച്ചു പോരും. പ്രസലോഷ് തിരിച്ചു ഒരിക്കലും കുറയത്തില്ല. അതാണ് നമ്മുടെ അന്ധകാരം മാറ്റുന്നത്. അതേ പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ പറയുന്ന ആളുകളുമാണ്. കൃപയുടെ മക്കൾ വേണം നമുക്ക്, വിശുദ്ധിയുടെ കൃപ നിറഞ്ഞ മക്കൾ. കർത്താവ് വിശുദ്ധിയുള്ള മക്കളെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വത്തെ ഹല്ലേലൂയ. ദൈവദൂതന്മാരുണ്ടാകട്ടെ, ഇവിടെ ധാരാളം ദൈവദൂതന്മാരുണ്ടാകട്ടെ. കണ്ടത് സ്വീകരിക്കുന്ന ആളുകളും ഉണ്ടാകട്ടെ. സർവ്വത്തെ ഹല്ലേലൂയ.
ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുക, കൃപ നിറഞ്ഞവളെ സിസ്റ്റി, കർത്താവ് നിന്നോട് കൂടെ, നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു, ദൈവത്തിൻ്റെ വചനം കൊടുക്കുക, ദൈവം പറഞ്ഞു വിട്ടു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അവൻ അത്യുന്നതൻ്റെ പുത്രൻ അറിയപ്പെടാൻ പോവുകയാണ്, ദൈവപുത്രൻ ജനിക്കാൻ പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ. അവിടെ സംശയമല്ല, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യും. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്ക 1:34-35 പറയും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുക. എന്താണെന്ന് മനസ്സിലാവും, വല്ലതും മനസ്സിലാവുന്ന ഭാഷയാണ്. പരിശുദ്ധാത്മാവെന്ന് എന്താണെന്ന് പോലും അറിയത്തില്ല. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ഒന്നും മനസ്സിലാവുന്ന കാര്യമല്ല. പക്ഷെ ദൂതൻ ഇത് പറയും, ദൈവദൂതൻ വരും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അവിടെ രണ്ട് കാര്യം എന്നെ ഈശോ പഠിപ്പിച്ച്. ഈ ഗബ്രിയേൽ മാലാഖ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഗബ്രിയേൽ മാലാഖയാണെന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്? ശരിക്കും അമ്മയെ അതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്നു. വിശുദ്ധിയുള്ളവർക്ക് ദൈവിക രൂപങ്ങൾ, ആത്മാക്കളുടെ രൂപങ്ങൾ, മാലാഖമാരെ, വിശുദ്ധരെ ഒക്കെ കാണാൻ പറ്റും. അമ്മയിൽ അതുണ്ടായിരുന്നു. അമ്മയ്ക്ക് അതുകൊണ്ട് കാണാൻ പറ്റും. രണ്ട് കേൾക്കാൻ പറ്റുന്നതും അമ്മയിൽ നല്ല എളിമയുണ്ട്, നല്ല വിശ്വാസമുണ്ട്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഗബ്രിയേൽ ദൂതൻ വചനം പറയാം, കർത്താവിൻ്റെ വചനം പറയുന്നു. അപ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുക. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് കൊടുക്കുക. അപ്പോൾ വിശ്വാസം, അവിടെ അമ്മയിൽ വിശ്വാസം നിൽക്കുക. ദൈവത്തിൻ്റെ, അതായത് ഈ അത്യുന്നതന് എങ്ങനെ ഒന്നും ചെയ്ത, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു, ഒന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ശക്തിയോ മനുഷ്യന്റെ കഴിവിന് അപ്പുറത്താണ്. മനുഷ്യന്റെ ഗുണിതങ്ങള് താഴെയാണ് മക്കളെ. അപ്പോൾ ഇവിടെ ഗബ്രിയേൽ അവിടെ മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം. ആ ഒരു കരം വിശ്വസിക്കണം. മറിയം അത് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഇതാ കർത്താവ് നിന്റെ വചനം അത് നിറവേറട്ടെ. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. എനിക്കൊരു ചോദ്യമില്ല, ഒന്നുമില്ല, വളരെ ശാന്തം. അവിടെ വിശ്വാസമായിട്ട് പരിസരം കൊടുത്ത് പറയാം ഹല്ലേലൂയ. ആ സമയത്താണ് അമ്മ ആമേൻ പറയുന്ന ആ സമയത്താണ് അമ്മയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കുന്നത്. ഹല്ലേലൂയ. ഇതും പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ടുകൊണ്ടിരിക്കുക. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അവരിലെല്ലാം ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ സുവിശേഷത്തെ ദൈവവചനത്തെ വിശ്വസിക്കണം. വിശ്വാസം കുറയരുത്. വിശ്വാസം കുറയുന്നുണ്ട്, നന്നായിട്ട് കുറയുന്ന കാരണം പൈശാചികത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം കുറയരുത്. വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിച്ചിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ഡെലിവറൻസ് പ്രയർ നടത്തിക്കൊണ്ടിരിക്കാം. ഒരുപാട് ജനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര അടയാളങ്ങളും പൈശാചികത്തിന് കഴിയുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു, എല്ലാവരും ദൈവത്തെ ബോധപ്പെടുന്നു. അപ്പോൾ കുറേ വൈദികർ അവിടെ ഇങ്ങനെ ധ്യാനത്തിന് എൻ്റെ കൂടെയുണ്ട്. ആ സമയത്ത് അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാം കണ്ട് അത്ഭുതങ്ങളെല്ലാം കണ്ട ശേഷം ഇങ്ങനെ ഒരച്ഛൻ വന്നിട്ടുണ്ട്. എനിക്കച്ചാ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ പറയാം, എന്താ അച്ഛൻ ശ്രദ്ധിച്ചത്? സർവോടത്തെ ഹല്ലേലൂയ. അതെ, അച്ഛൻ ആളുകൾ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അച്ഛന് സംശയമില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഇല്ല. സർവോടത്തെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ കുറേ നേരം കൊണ്ട് ഞാൻ കാണാൻ പടം പിടിച്ചു. സർവോടത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത് അച്ഛൻ രോഗികളുടെ മേൽ കൽപ്പിക്കുമ്പോൾ അച്ഛന് ഏത് രോഗി കണ്ടാലും അച്ഛൻ അതൊരു സൗഖ്യപ്പെടുന്ന വിശ്വാസത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അത് സൗഖ്യപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന. അവനെ വിശ്വസിക്കുന്നവരാരും നിരാശരാകുകയില്ല. അവനിൽ വിശ്വസിക്കുന്നവരാരും നിരാശരാകില്ല. സർവ്വത്തെ പറയാം ഹല്ലേലൂയ. യേശുവിന്റെ വചനം ജീവനുള്ള വചനമാണ്. സർവ്വത്തെ പറയാം ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. രോഗ
ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയണമേ കരമുയർത്തി നിത്യപിതാവേ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം. എല്ലാ ബന്ധനങ്ങളും അടിക്കണം കർത്താവ്. കർത്താവ് ദേശത്തെ മുഴുവൻ അങ്ങയുടെ കരുണ കടലിൽ കാഴ്ചവെക്കുന്നു. ദിവ്യകാരണീശോയെ, ഈ കൂട്ടായ്മയുടെ മുഴുവൻ മക്കളോടും ഇവിടെ കുടുംബങ്ങളോടും ഈ ദേശത്തോട് കരുണയായിരിക്കണം. പൈശാചിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ, രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും മക്കളുടെ ബന്ധനങ്ങളും അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങളും തകർന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മ ഈശോയെ എന്നോട് കരുണയ്ക്കായിട്ട് അവരുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കേൾക്കണമേ. നാനാജാതി മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിച്ചവരെ രക്ഷിക്കണം കർത്താവേ. രണ്ടു കരം ഉയർത്തി ഈ കുർബാനയുടെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.